തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിന് സമീപത്തെ കാലപ്പഴക്കം ചെന്ന കെട്ടിടം യാത്രക്കാർക്ക് അപകട ഭീഷണിയാവുന്നു. ദിവസേന നൂറുകണക്കിന് ആളുകളാണ് കെട്ടിടത്തിന് സമീപത്ത് കൂടി സഞ്ചരിക്കുന്നത്. കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും സിമന്റ് കട്ടകളും കല്ലുകളും അടർന്ന് താഴേക്ക് വീഴുന്നതും ജനങ്ങളെ ആശങ്കയിലാക്കുകയാണ്. തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിന് സമീപത്തെ കാലപ്പഴക്കം ചെന്ന കെട്ടിടം അപകട ഭീഷണി ഉയർത്തി നിലകൊള്ളുകയാണ്. ഏത് നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ് കെട്ടിടമുള്ളത്. അതോടൊപ്പം തന്നെ മുകളിൽ നിന്നും സിമന്റ് കട്ടകൾ ഉൾപ്പെടെ അടർന്നു വീഴുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ ഓട്ടോ സ്റ്റാൻഡിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പഴയ കെട്ടിടമാണ് അപകട ഭീഷണിയാവുന്നത്. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്ത് നിന്നും സിമന്റ് കട്ടകളും കല്ലുകളും താഴേക്ക് അടർന്നു വീഴുന്നുണ്ട്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ദിവസവും നടന്നു പോകുന്ന വഴിയാണിത്. മഴ ശക്തമാവുന്നതോടെ കെട്ടിടത്തിന്റെ ദുർബലാവസ്ഥ കൂടുതൽ രൂക്ഷമാവും. ഏത് സമയവും കൂടുതൽ ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴാമെന്ന ഭീതിയിലാണ് ജനങ്ങളുള്ളത്. സമീപത്താണ് ഓട്ടോ സ്റ്റാൻഡുമുള്ളത്. യാത്രക്കാരെ കാത്ത് മണിക്കൂറുകളോളം ഇവിടെ നിൽക്കുന്ന ഓട്ടോ ഡ്രൈവർമാർ ഏറെ ഭീതിയോടെയാണ് ജോലി ചെയ്യുന്നത്. വലിയൊരു അപകടമാണ് ഇവിടെ ഒളിഞ്ഞിരിക്കുന്നതെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു. ഈ ബിൽഡിംഗ് ഫുള്ളായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനൊക്കെയാണ്. ഓരോ കഷ്ണം കളി വീഴാണ്. കാരണം ഓരോ ആൾക്കാർ ഇത്രയും ജനങ്ങൾ ഇതിലേക്കൂടെ പോവുകയാണ്. ഒരാൾ തലയിൽ വീണ ആൾക്കാരൊന്നും ബാക്കിയുണ്ടാവില്ല. എത്രയോ കുട്ടികൾ, സ്കൂൾ കുട്ടികൾ ഇതിലേക്കൂടെ പോകുന്നുണ്ട്. ഒരാൾക്കാരും ഇതിനു വേണ്ടി ഒന്നും ചെയ്യാനോ ഒന്നും ചെയ്യുന്നില്ല. എത്രയോ ആൾക്കാർ വന്ന് ഇങ്ങനെ പിടിച്ചിട്ടെല്ലാം പോയി. അപകട സാധ്യത കണക്കിലെടുത്ത് ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി പരിശോധന നടത്തി കെട്ടിടം സുരക്ഷിതമാക്കുകയോ ആവശ്യമായ നടപടി സ്വീകരിക്കുകയോ വേണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത്. വലിയ ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സമീപത്തായാണ് ഈ കെട്ടിടം നിലകൊള്ളുന്നത്. ദിവസേന നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന വഴിയിലാണ് ഈ അപകട ഭീഷണി നിലനിൽക്കുന്നത്. അധികൃതർ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. വിമൽ ചെടിച്ചേരിക്കൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.